ദേ സഞ്ജയ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ വീട്ടിൽ കയറരുന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടാ. ഓക്കെ 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 ഓക്കെ. എല്ലാവരും കൂടെ ചേർന്ന് പൂർണിമയുടെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ച് തിമിർക്കാവെന്ന് വിചാരിച്ചു. എന്തോ പൂർണിമ നീ അവിടെ നോക്കൊണ്ടിരിക്കുന്നേ? ഇങ്ങോട്ട് വാ. വാ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക്സ് കിരൺ. കൊടുക്ക്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ചെറിയൊരു ഗിഫ്റ്റാ. താങ്ക് യു ദുർഗ. താങ്ക് യു. മോളു വാ നീ ഇങ്ങോട്ട്. Happy birthday Happy to birthday, you. മോളെ. Happy birthday to you. Happy birthday to you. ഇത്രയും വലിയ ആഘോഷത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ സ്നേഹം തന്നെ ധാരാളം. കിരണും ദുർഗയും കൂടിയാ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. ഇവരിവിടെ ഇല്ലായിരുന്നെങ്കിലും ആരെയോ പറഞ്ഞ ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെയാ കേക്ക് കൊണ്ടുവന്നതും. വെറുതെ ഷോ കാണിച്ച് ചേച്ചിയെ സോപ്പിടാനുള്ള ശ്രമമാണ്. ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുമല്ലോ അല്ലേ? ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറുതായി ഓരോന്നൊക്കെ ചെയ്തു. അത്രേ ഉള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ധ്വനിമോള. എന്നാലേ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? അതെ വാ വാ വാ. പൃഥ്വി എവിടെ? അവൻ പുറത്തു പോയതാ. ഞാൻ വിളിച്ചു നോക്കാം. പൃഥ്വി ഇപ്പൊ വന്ന ഉടനെ കേക്കൊക്കെ മുറിച്ച് പരിപാടി അവസാനിപ്പിക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോവും. ആ സഞ്ജയ് ചേട്ടൻ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആനെ.
ഹലോ പൃഥ്വി, നീ ഇതെവിടെയാ? ഉടനെ വരുവോ? ദേ വെറുതെ പറയുന്നല്ലോ. ആ ഓക്കെ, ദേ ഇവിടെ എല്ലാരും നിന്നെ കാത്തു നിൽക്ക. വേഗം വാ. ആ അതെ, അവൻ ഇപ്പൊ വരുമെന്നാ പറഞ്ഞ. ഇവിടെ എത്താറായി. ആ എന്നാ പിന്നെ പൃഥ്വി വന്നിട്ട് കേക്ക് മുറിക്കാം. ആ അത് മതി. ആ വീട്ടിലെല്ലാരും ഒരുമിച്ചുണ്ടാവുന്നത് അതിന്റെ ഒരു സന്തോഷം. എന്റെ ദേവി, പൃഥ്വി എത്തുന്നതിന് മുമ്പ് സഞ്ജയ് ചേട്ടൻ എത്തണേ. ഒന്ന് വിളിച്ചു നോക്ക്, ഇവിടെ എത്താറായോന്നറിയാലോ. നോക്ക്. വിളിക്കും ഫോണില്. ആ കിരൺ ഫോൺ വിളിക്കാൻ പോയി, ഇപ്പൊ വരും. കോള് കണക്ട് ആവുന്നില്ലല്ലോ. എവിടെ പോയതാണാവോ? ഒരു കാര്യം ചെയ്യാം, ഒരു മെസ്സേജ് ഇട്ടേക്കാം. നീരജെ, അതെ പൃഥ്വി വരാൻ വൈകും. ഉടനെ വരുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. ആ അത് നന്നായി. സഞ്ജയ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ വീട്ടിൽ കയറരുന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടാ. ഒന്ന് വെയിറ്റ് ചെയ്യും, നോക്കാം. നോക്കിയേ. ക്ഷണിക്കാത്തവരൊക്കെ കറക്റ്റ് സമയത്ത് എങ്ങനെ ഇവിടെ എത്തി? വീടിനകത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ വിളിച്ചറിയിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ.